ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഞങ്ങളൊരു ടീ സ്പോട്ട് പരിചയപ്പെടുത്തണം. ഞങ്ങളുടെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടാണ് അങ്ങോട്ട് പോണത്. അപ്പോൾ പോണതിൻ്റെ കുറച്ച് കാഴ്ചകൾ കാണാം. ഇന്ന് ഉള്ളിൻ്റെ പടക്കുതിരയിലാണ് പോണത്. പ്ലാറ്റിനയിൽ നമ്മളെ വണ്ടി അവിടെ സൈഡാക്കിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയത്ത് നൈസ് ഒരു ചായ കുടിക്കുക, അതേപോലെ തന്നെ ചിമ്മിണി ഡാം റൂട്ടിലെ കാഴ്ചകൾ കാണാം, അവിടുത്തെ വൈബ് ആസ്വദിക്കുക. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അതിപ്പോ ഈ പോണ സ്പോട്ട് ഞങ്ങളുടെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു 10-12 കിലോമീറ്റർ അകലെയാണ്. അപ്പൊ അവിടെ പോയി ചായ പിടിക്കുന്നത് എന്താന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പൊ അവർക്കുള്ള മറുപടി എന്ന് പറയാന് ഈ വീഡിയോ തന്നെ കാണുക, അപ്പൊ മനസ്സിലാവും. നമ്മൾ മൂഡ് ഓഫ് ആണെങ്കിൽ അതൊക്കെ മാറി കിട്ടും. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്ലൈമറ്റില് നല്ല മഴ, ഇനിയിപ്പോ കുറച്ച് കഴിഞ്ഞാൽ കോട വരും. അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ബൈക്ക് റൈഡ് ചാറ്റില് മഴ, നല്ല മഴ, വണ്ടി തെറ്റുമാറായിട്ട് പോവാ. നല്ല ചൂട് ചായ, ആജാക്കണ കടയത്ത് ചൂട് ചായ, നല്ല ചൂട് പൊറാട്ടി, നല്ല ഇറച്ചി കറി, അല്ലെങ്കിൽ ചിക്കൻ കറി ഉണ്ട്, നമ്മുടെ ബീഫുണ്ട്, ഏത് കറി ആസ്വദിച്ച് കഴിക്കും. ആക്ച്വലി നമ്മളുടെ ഈ ചിമ്മിനി ഡാം റൂട്ട് അതിന്റെ ഭംഗി തരുന്ന ടൈം എന്ന് പറഞ്ഞത് ഒന്ന് ഈ പറഞ്ഞ പോലെ മഴ പെയ്യുമ്പോ, അടുത്തത് പറഞ്ഞാല് മഞ്ഞുകാലത്ത്. ഈ മഞ്ഞുകാലത്ത് അത് രാവിലെ വൈകുന്നേരമൊക്കെ നല്ല അടിപൊളിയാണ്. മഴ പെയ്യുമ്പോ പിന്നെ എപ്പോ വന്നാലും അടിപൊളിയാണ്. അതിപ്പോ കാണാം. അതെ, എനി ടൈം അടിപൊളിയാണ്. നമുക്ക് എല്ലാവർക്കും നമ്മളെ നാട്ടിലൊരു കൂട്ടുകാരനുണ്ടാവും. എന്തുടായ്പിനും വിളിച്ചാലും കൂടെ വരും, എന്ത് പരിപാടിക്കും കൂടെ വരുന്ന ഒരു കൂട്ടുകാരൻ. അങ്ങനെ ഒരാളാണ് ദീ വരുന്നത്. പോണ് ഞാൻ പറഞ്ഞില്ലേ കോട വരുന്നു. കോട വന്നു. മഴയുണ്ടോ കോട വന്നിരിക്കും. ഇവിടെ അങ്ങനെയാണ്. നമുക്ക് നല്ല വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ബാക്കി കാണാം, ബാക്കി കാണിച്ചു തരാം. അങ്ങനെ ഉള്ളി പറന്നു വരാണ്. കോട വന്ന് മൂടി തുടങ്ങിയതാണ്ട്, വ്യൂ ഒന്നും കറക്റ്റ് കാണുന്നില്ല. മഴ ആയതുകൊണ്ട് ക്യാമറയുടെ ലെൻസിൽ, ഫോണാണ് യൂസ് ചെയ്യണത്, ഫോണിന്റെ ലെൻസിൽ എപ്പോഴും ഇങ്ങനെ വെള്ളത്തുള്ളി വന്ന ഒരു മൂടല് വരെ ഇടയ്ക്ക് വരും. ചിലപ്പോൾ അത് കാണാതെ റെക്കോർഡിങ് തുടർന്നേക്കാം. അപ്പൊ എല്ലാവരും ക്ഷമിക്കുക. ഇന്ന് ദൂരെ കാണണ്ട, അവിടെയാണ് ചിമ്മിനി ഡാമൊക്കെ അതിന്റെ ലൊക്കേഷൻ. പക്ഷെ ഇപ്പൊ ഒന്നും കാണുന്നില്ല, കോട മൂടിയുണ്ട്. മഴയല്ലേ, മഴ എന്ന കാലത്തൊട്ടേ ഉണ്ട്. നല്ല തണവും നല്ല ക്ലൈമറ്റ് ആണ്. ഈ തണവത്ത് കുടിക്കുന്ന ഒരു ചായയുടെ രുചി അത് വന്ന് കുടിക്കണവർക്ക് തന്നെ അറിയുള്ളൂ. നമ്മളുടെ ആലിയാക്കാന്റെ കടയില് ചായയും ആ ചായ കുറച്ച് കടുപ്പം കൂട്ടിയത് അത് പറഞ്ഞാൽ മതി, പുള്ളി എടുത്തരും. കുറച്ച് സ്ട്രോങ് ചായയും അവിടെ ചൂട് പൊറോട്ട കിട്ടാതെ രാവിലെ ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ ചൂട് പൊറോട്ട കിട്ടാ. അതിന്റെ കൂടെ പുള്ളിയുടെ ഒരു ബീഫ് കറി ഉണ്ട്, അതായത് ബീഫ് ഓയില്, അത് ഫ്രീ ആണ്. ബീഫിന്റെ പീസൊന്നും ഉണ്ടാവില്ല, പക്ഷെ ബീഫിന്റെ ടേസ്റ്റ് ഉണ്ടാവും. അതാണ് അവിടുത്തെ മെയിൻ കോമ്പിനേഷൻ. ഇവിടുന്ന് നമ്മൾ ഇതൊക്കെ ആസ്വദിച്ച് ചെന്ന് അവിടുന്ന് അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. ഇതിവിടെ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ്. ഇത് ആദ്യം നല്ല ഭംഗിയായിരുന്നു. എന്നുവെച്ചാല് റബ്ബർ മരം കാര്യങ്ങളൊക്കെ ഹൈറ്റ് വെക്കാതെ ചെറിയ മരമായിരുന്നു. അങ്ങോട്ടൊക്കെ നല്ല വ്യൂ ഉണ്ടായിരുന്നു. അവിടെ ഫുള്ള് കോട കവർ ചെയ്യും. ഞങ്ങൾ ആദ്യം കോവിഡ് ടൈമിലൊക്കെ ഇങ്ങോട്ട് ഇറങ്ങലുണ്ട്. കോവിഡ് സ്ട്രിക്റ്റ് ആയിട്ടിരിക്കുന്ന ആ ടൈമല്ല, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീഡം കിട്ടിയ ടൈം ഉണ്ടല്ലോ, ആ ടൈമില് ഇവിടെ വന്നിരിക്കും. ഒരു കാലത്ത് ഇവിടെ വന്നിട്ട് ഞങ്ങള് വീട്ടിൽ നിന്ന് സ്റ്റൗവും അതേപോലെ തന്നെ ചായ വെക്കാനുള്ള പാനും കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് വരും. എന്നിട്ട് ആ കാണുന്ന അരുവി ഉണ്ടല്ലോ, അതിൽ നിന്ന് വെള്ളം എടുക്കും, എന്നിട്ടൊരു ചായ വെക്കും. അതേപോലെ തന്നെ എഗ്ഗൊക്കെ എടുത്തിട്ട് വരും. ഇവിടെ നിന്ന് ഓംലേറ്റ് ഒടിക്കും. എന്നിട്ട് ആ പേരും മഴയത്ത് അതൊക്കെ കഴിച്ചു വിട്ടിരുന്ന് ആസ്വദിക്കും. അങ്ങനൊരു കാലം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. ആ കാലത്തിലെ മെയിൻ ആളാണ് ഇത്. ഈ റോഡ് നേരെ അങ്ങോട്ട് പോവാണ് നമ്മളെ ടീ ഷോപ്പിലേക്ക്.
ഇപ്പോ മഴ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ, വെള്ളം ആയിക്കൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ ഇന്ന് ടീ സ്പോട്ട് പരിചയപ്പെടുത്താനാണ് വന്നത്. അത് പരിചയപ്പെടുത്തും. അപ്പൊ അതിന്റെ ഇടയിൽ പറയാനുള്ളത് പറഞ്ഞാൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണത്. ട്രൈ ചെയ്തിട്ട് കമന്റിലൂടെ അറിയിക്കുക എങ്ങനെയുണ്ട്. അവിടെ ഒക്കെ നല്ല വ്യൂ ഒക്കെ ഉണ്ട്. ഫുള്ള് കോടൊക്കെ കവർ ചെയ്യണേ, കാടിനെ ഫുള്ള്. നമ്മളെ ബാക്കി ടീമൊന്നും ഇല്ല. അല്ല മച്ചുവിനെ വിളിക്കായിരുന്നു അല്ലേ? ഞങ്ങളുടെ പഴയ ഗാങ്ങിലെ മെമ്പർ വന്നിട്ടുണ്ട് ഖത്തറിന്ന്. അപ്പൊ പുള്ളിനെ വിളിക്കായിരുന്നു, മറന്നുപോയി. അടുത്ത ട്രിപ്പിന് വിളിക്കാം. ശശിയേട്ടന്റെ ജീപ്പ്. ഈ ശശിയേട്ടൻ എന്ന് പറയുന്നത് അവിടെ പണ്ട് എച്ചിപ്പാറയിൽ ഉണ്ടായിരുന്നൊരു കോൺട്രാക്ടറാണ്. ഇപ്പോഴും ഉണ്ട് തോന്നുന്നില്ല, എപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളിയുടെ ഐഡന്റിറ്റി എന്ന് പറയാൻ പുള്ളിക്ക് ഒരു ഡീസൽ ബുള്ളറ്റ് ഉണ്ടായിരുന്നു. ഡീസൽ ബുള്ളറ്റ് ടോറസ്, അതാണ് പുള്ളിയുടെ ഐഡന്റിറ്റി. അത് പിന്നെ എന്തൊക്കെ വർഷങ്ങളായിട്ട് പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയി. ഇപ്പൊ ഒരു ജീപ്പ് ഉണ്ട്, 3 ഗിയർ ആണ് ഇപ്പൊ കണ്ടത്. അതുമ്മലാണ് ആളുടെ അഭ്യാസം. ജീപ്പ് അതല്ലോ, മൾട്ടിപർപ്പസ് ആണല്ലോ. ഓൺ റോഡ്, ഓഫ് റോഡ്, കൊമേഴ്ഷ്യൽ പർപ്പസ്. അങ്ങനത്തെ പർപ്പസ് ആണല്ലോ മെയിനായിട്ട് ജീപ്പ്. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. അപ്പോ കിലോമീറ്ററോളം സഞ്ചരിച്ച് ചായ കുടിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളൊന്ന് വന്ന് കുടിച്ചു നോക്ക്. അത് ഈ ടൈമില്, ഈ മൺസൂൺ സീസണില്, അതല്ലാന്നുണ്ടെങ്കിൽ വിന്റർ സീസണില് എപ്പോഴെങ്കിലും ആരെങ്കിലും ഈ വീഡിയോ കാണില്ലോ. അപ്പൊ നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഫീൽ ഒന്ന് പറയും. നമ്മളിപ്പോ എത്ര കൊല്ലായി ഉണ്ടാവും ഈ പരിപാടി പോയിട്ട്? ഞാൻ ഗൾഫ് 10 വർഷം. ഗൾഫ് നിർത്തി വന്നപ്പോ 6 വർഷം 6 വർഷമായിട്ട് ഇപ്പോൾ തന്നെ വരും. ഈ ഗൾഫിൽ ലീവിന് വരുമ്പോഴും ഞങ്ങൾ ടീമിന്റെ കൂടെ ഞാൻ ഉണ്ടാവും. ഇപ്പൊ കണ്ടിന്യൂ ആയിട്ട് 5 കൊല്ലം 5 കൊല്ലം എന്റെ പരിപാടി. കൂടുതൽ ചായ കുടിക്കാതെ കൂടുതൽ കുടിക്കുക, വണ്ടി എടുക്കുക, ഫ്രണ്ട്സിന് കുടിക്കുക, വയസ്സ് പോവല്ലേ പോവാ. ഇതാ ഞങ്ങൾ കണ്ടിന്യൂ 5 years. അത് രാവിലെ നമ്മളുടെ പിള്ളേരുടെ കോള് കണ്ടു കഴിഞ്ഞാല് ഒന്ന് ഇങ്ങോട്ടായിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ വല്ല വണ്ടി പോലെ ആയിരിക്കും. കോള് വരണമെങ്കിൽ നമ്മൾ ആദ്യം കരുതേണ്ടത് ഇതാണ്, ചായ കുടിക്കാൻ എച്ചിപ്പാറ പോകാം. കറക്റ്റ് ലൊക്കേഷൻ പുറത്തുള്ളവർക്ക് പറഞ്ഞു തരാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലയാണ്. അവിടെ ചിമ്മിനി ഡാം. ഇപ്പൊ ഫേമസ് പാലപ്പിള്ളിയാണല്ലോ. ആദ്യം ഹാഷ്ടാഗ് വന്നിരുന്നത് നമ്മളെ ചൊക്കനായിരുന്നു, പിന്നെ അത് ചിമ്മിനി ഡാമായി. ഇപ്പൊ ഹാഷ്ടാഗ് പാലപ്പിള്ളിയാണ്. പാലപ്പിള്ളി ഗ്രൗണ്ട്. അപ്പൊ നിങ്ങൾ പാലപ്പിള്ളി ലൊക്കേഷൻ ഇട്ട് വന്നു കഴിഞ്ഞാലും ഓക്കെ, ചിമ്മിനി ഡാം ലൊക്കേഷൻ ഇട്ട് വന്നു കഴിഞ്ഞാലും ഓക്കെ. ഈ റോഡിലൂടെ വരാം. പുറത്ത് പോകുമ്പോ എവിടെയുള്ള പറഞ്ഞ തൃശ്ശൂര്, ആമ്പല്ലൂര്, വരട്ടി, പാലപ്പിള്ളിന്റെ അടുത്ത് പ്രത്യേകം വിശദീകരിക്കാൻ പറയണം. പാലപ്പിള്ളിക്കാരാണ് പറഞ്ഞ ലോകം പോലെ അറിയപ്പെടുന്നത്. അത്രക്ക് സൂപ്പർ അഡ്രസ് ആയിപ്പോ നമ്മളെ അഡ്രസ് കിട്ടും. പാലപ്പിള്ളിക്കാരനെ അപ്പൊ അഭിമാനിക്കണം. ലോകത്തിലെടുത്ത് പാലപ്പിള്ളിക്കാരാണ് ആ ഗ്രൗണ്ടുള്ള സ്ഥലം. അപ്പൊ അങ്ങനെ അപ്പൊ ആ റൂട്ട് വരാ, ചിമ്മിനി ഡാം ലൊക്കേഷൻ ഇട്ട് വരാ. അപ്പൊ ചിമ്മിനി ഡാം എത്തുന്നതായിട്ട് ഏകദേശം 1 കിലോമീറ്റർ മുമ്പ് അവിടുത്തെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട്. ചിമ്മിനി ഡാമിന്റെ എൻട്രൻസ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് തൊട്ട് മുമ്പ് ഒരു ആ എൻട്രൻസിന് ഒരു 200 മീറ്റർ ഒക്കെ മുമ്പായിട്ട് ഒരു ചെറിയ സെന്റർ ഉണ്ട്. സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് കടകളായിട്ട് അവിടെ ഒരു കപ്പേളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കപ്പേളയ്ക്ക് ഓപ്പോസിറ്റ് ആണ് ഈ പറഞ്ഞ ആലിയാക്കാന്റെ. ഇതും ഇതേപോലെ ഒരു ഫേമസ് സ്പോട്ടാണ്. എന്നുവെച്ചാൽ ഇവിടെ ആനയുടെ ശല്യമുണ്ട്. എല്ലാ ടൈമിലും ഇല്ല, എന്നാലും ഓൾമോസ്റ്റ് ഒരു ടൈമിലൊക്കെ ഉണ്ട്. അപ്പൊ രാത്രി വരുന്നവരൊക്കെ ശ്രദ്ധിക്കുക. ഓരോ ആനകളും പല ടൈപ്പിലാവുള്ളൂ. ചിലതിന്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടും, ചിലത് നമ്മൾ ഓടിപ്പിക്കും, ചിലത് ചിലപ്പോ ചവിട്ടിക്കൊല്ലും, എടുത്ത് പെരുമാറും. അപ്പൊ അവനാന്റെ കാര്യങ്ങളെ അവനാ നോക്കുക. റോഡൊക്കെ നൈസാ. നിങ്ങക്ക് എന്തെങ്കിലും ഫോട്ടോഗ്രാഫിക്ക് റീൽസ് എടുക്കുക, അതാണല്ലോ ട്രെൻഡ്.
നിങ്ങളുടെ ഓൺ വെഹിക്കിള് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് റീൽസ് എടുക്കാനും അതിനൊക്കെ പറ്റിയ സ്പോട്ടുകളാകും. അത്യാവശ്യം നല്ല റീൽസുകൾ വന്നിട്ടുണ്ട് ഇവിടുന്ന് ഈ റൂട്ടിൽ. അപ്പൊ അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് വരാം. ഇതേപോലെ മഴയത്തൊക്കെ വരണമെങ്കിൽ ചില വണ്ടികൾ വളരെ കുറവാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, വണ്ടി ഓടിച്ചു പഠിക്കണവര്, അതായത് ബൈക്ക് ആയിക്കോട്ടെ കാറ് ആയിക്കോട്ടെ, ഓടിച്ചു പഠിക്കണവര് ഇഷ്ടം പോലെ ഉണ്ടാവും ഇവിടെ ഈ റൂട്ടില്. പ്രത്യേകിച്ച് ചിലപ്പോ ചേച്ചിമാരായിരിക്കാം. അപ്പൊ അവരെ കുറ്റം പറയില്ല. അപ്പൊ ഓപ്പോസിറ്റ് വരണ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നോക്കിയും കണ്ടു വരാം. അതെ, ഇവിടെ എപ്പോഴും കാണുന്ന പ്രശ്നമാണ്, ഓടിച്ചു പഠിക്കല് കാണുന്നുണ്ട്. അത് കുഴപ്പമില്ലാതെ ഓടിക്കണവരാണെങ്കിൽ കുഴപ്പമില്ല. ചിലവരൊക്കെ ഓടിക്കല് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓപ്പോസിറ്റ് വരുമ്പോൾ നമ്മൾ അവിടെ സൈഡാക്കി നിർത്തിയിടും. അവർക്ക് ഈ വീതി പോരാണ്ട് വരും ചിലപ്പോ. അപ്പൊ അങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളൊന്ന് ആദ്യം അല്ലെ പ്രൈവറ്റ് ഗ്രൗണ്ടിലാ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളിലോ എന്തെങ്കിലും അവിടെ ചേർന്നിട്ട് ഒന്ന് ഒരു ലെവലായതിനു ശേഷം റോഡിലേക്ക് ഇറങ്ങാം. അല്ലെങ്കിൽ ബാക്കി ചിലപ്പോ ഈ വൈബ് ആസ്വദിച്ച് പോണേ ഞങ്ങളെ പോലുള്ളവരായിരിക്കും ഹോസ്പിറ്റലിൽ പോകാം. അപ്പൊ ഒന്ന് കൈ തെളിഞ്ഞതിന് ശേഷം റോട്ടിലേക്ക് ഇറങ്ങാം. അത് നിങ്ങളെ ആക്ഷേപിച്ചൊന്നുമില്ല, ഞങ്ങളൊരു റിക്വസ്റ്റ് ആണ്. ഇതാണപ്പ പറഞ്ഞ സെന്റർ, ഇതാണ് കപ്പേള അല്ലാക്കന്റെ കട. ചായ ചൂട് ചായനുള്ള ചൂട് പറഞ്ഞു. ഞങ്ങൾ നേരത്തെ പറഞ്ഞ അലിയാക്കാന്റെ സൂപ്പർ ചായ കുടിക്കാനായിട്ട് വരുന്ന ഞങ്ങള് വർഷങ്ങളായിട്ട്. ഒന്നെങ്കിൽ ഞങ്ങള് വൈറലാക്കോ അല്ലെങ്കിൽ ഞങ്ങൾ അലിയാക്കൊക്കെ വേറെ കണ്ടിട്ട് വരും. ഇറച്ചിച്ചാറ് ചൂടുണ്ടാ പൊള്ളണ്ടാ. അങ്ങനെ ആലിയാക്കാന്റെ പൊറോട്ടയും ബീഫ് ഓയിലും ടേസ്റ്റ് ചെയ്തു. നൈസ് നൈസ് നൈസ്. എങ്ങനെയുണ്ട് വിളിയാ? അതിന്റെ ഫീൽ അറിയണമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് തന്നെ ടേസ്റ്റ് ചെയ്യണം. എന്നാലാണ് അതിന്റെ ആ ടേസ്റ്റും ഈ റൈഡിന്റെ ഫീലും ഒക്കെ കിട്ടും. എങ്ങനെ പറയാ, നമ്മള് വീട്ടില് ഒരു ചെറിയ മൂഡ് ഓഫിലിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു റീഫ്രഷ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരെ കൊണ്ട്. അതെ, പിന്നെ 100% ഗ്യാരണ്ടി ആണ്. നിങ്ങളെ മൈൻഡ് ഫ്രഷ് ആയിരിക്കും ഷുവർ. നിങ്ങൾ ഈ ട്രിപ്പ് വരുമ്പോഴേ ഇതില് ആകെ നിങ്ങൾക്ക് കോസ്റ്റ് വരാന്ന് പറഞ്ഞാല് ഇവിടുത്തെ ഫ്യൂൽ എക്സ്പെൻസ് ആയിരിക്കും. ഇപ്പോ കടയിൽ ഞങ്ങള് രണ്ടുപേരും ചായ പിടിച്ചതാകെ 40 രൂപ ആയിട്ടുള്ളൂ. ഇങ്ങോട്ട് വരുന്ന ഫ്യൂൽ എക്സ്പെൻസ് ആയിരിക്കും നിങ്ങൾക്ക് ആകെ ഇച്ചിരി പറയാനുള്ള എക്സ്പെൻസ്. ഇതിപ്പോ എല്ലാം 10 വെച്ചിട്ട് അല്ലേ? 10 അല്ലേ? പൊറോട്ട 10, ചായ 10. ഈ മഴയത്ത് നമ്മൾ ആസ്വദിക്കണം. കാരണം ഈ ചാറ്റിലെ മഴയത്ത് പോയിട്ട് നല്ല ചൂട് പൊറോട്ടയും ചായയും കുടിക്കാം. നല്ല ചൂട് കറി, അടിപൊളി സ്പോട്ടാണ്. ഇപ്പൊ പാലപ്പള്ളി എന്ന് പറഞ്ഞാൽ ലോകം അറിയപ്പെടും. മറ്റേ പാലപ്പള്ളി അങ്ങനെ എല്ലാം അറിയില്ല. ഇപ്പൊ നമ്മളെ ഗ്രൗണ്ട് കാരണം ലോകം മൊത്തം അറിയപ്പെടും. സൂപ്പർ, നല്ല ക്ലൈമറ്റ്. പറയാൻ നോക്കി ആ കോടമഞ്ഞ് നോക്കിയാ ഫയസ അല്ലാ, ആ പാറിന് മുകളിൽ നോക്ക്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ചായ കൂടി കഴിഞ്ഞു. ഇനി അടുത്തൊരു സ്പോട്ട് വരെ ഞങ്ങൾ വരാം. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ, എല്ലാവർക്കും ശുഭദിനം. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സജഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.